Dear students, welcome to a new class on parallel lines. In the last class, we have learned how to divide a line into three equal parts. Instead of three equal parts, if it is four equal parts or five equal parts, whatever be it, we know how to divide a line into equal parts. ഒരേ പ്രിൻസിപ്പിളാണ് എല്ലായിടത്തും ഉപയോഗിക്കാറുള്ളത്. Today we will start the class by drawing a line at first, then dividing it in a given ratio. This can be learned by answering this question. See the question. Draw a line of length 7 cm, then divide it in the ratio 2:3. 7 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ വരച്ചിട്ട് അതിന് 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ വിത്ത് എനി ലെങ്ത് വി നോ ഹൗ ടു ഡിവൈഡ് ഇറ്റ് ഇൻ എ ഗിവൺ റേഷ്യോ. 2:3ക്ക് പകരം മറ്റേതെങ്കിലും ഒരു റേഷ്യോ ആയിരിക്കും ആവശ്യപ്പെടുക. ഏതാണെങ്കിലും ചെയ്യാനുള്ളത് ഇതേ വഴിയാണ്. ആൻഡ് സോ സി ഹിയർ ഐ എം ഡ്രോയിങ് എ ലൈൻ ഫസ്റ്റ്. ജസ്റ്റ് സപ്പോസ് ദിസ് വൺ ഈസ് എ ലൈൻ ഓഫ് ലെങ്ത് 7 സെൻറ്റിമീറ്റർ. ഞാൻ 7 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. സപ്പോസ് ദിസ് വൺ ഈസ് എ 7 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ. ഇതിൻ്റെ ലെങ്ത് 7 ആണെന്ന് സപ്പോസ് ചെയ്യാം. ഇതിനെ 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ കണ്ടെത്തണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു ഡ്രോ അനദർ ലൈൻ ത്രൂ ദി എൻഡ് പോയിന്റ് ഓഫ് ദിസ് ലൈൻ. ഇപ്പോൾ വരച്ച ലൈനിൻ്റെ എൻഡ് പോയിന്റിലൂടെ മറ്റൊരു ലൈൻ വരയ്ക്കുക ചെയ്യേണ്ടത്. ജസ്റ്റ് സപ്പോസ് ദിസ് വൺ ഈസ് എ ലൈൻ ഓഫ് ലെങ്ത് വിത്ത് എനി ലെങ്ത്. ദിസ് വൺ ഈസ് എ ലൈൻ വിച്ച് വി ക്യാൻ ഹാവ് ടേക്കൺ എനി ഡിസ്റ്റൻസ് ഓൺ ഇറ്റ്. ഏത് ഡിസ്റ്റൻസും ആകാം. ഇതിലെടുത്ത ഡിസ്റ്റൻസിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ഡിസ്റ്റൻസും ആകാം അത്. സി, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിൽ ഈ എൻഡിൽ നിന്ന് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഇതിൽ മാർക്ക് ചെയ്യുക. എത്ര ഈക്വൽ ഡിസ്റ്റൻസ്? 2:3 എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ 2 + 3 5 ഈക്വൽ ഡിസ്റ്റൻസ് ഈ ലൈനിൽ കോമ്പസ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യണം. 5 equal distance here we need to mark along that line. See, അപ്പോൾ നമ്മൾ കോമ്പസ് ഇവിടെ കൊണ്ടുവച്ചു. ടേക്ക് എ കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ് ഇൻ കോമ്പസ്. അതിനൊരു നിബന്ധനയില്ല, ഏത് ഡിസ്റ്റൻസും ആണ്. മാർക്ക് 5 equal distance in compass. 1, then 2, 3, 4, then the last 5. നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ലാസ്റ്റ് വരച്ച പോയിന്റും 7 സെൻറ്റിമീറ്റർ ലോങ് ലൈനിൻ്റെ എൻഡ് പോയിന്റും സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്കെയിലിനെ കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കുക, സ്കെയിൽ കൊണ്ടുവരികയാണ്. ഇറ്റ് ഷുഡ് ബി ജോയിൻറ്റ് ദിസ് വൺ. ദീസ് 2 points ഷുഡ് ബി ജോയിൻറ്റ്. നിങ്ങൾ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സിസ്റ്റത്തിൽ കുറച്ച് പ്രയാസമുണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, ദിസ് വൺ, ദീസ് 2 points ആർ ജോയിൻറ്റ്. വിചാരിച്ച മാതിരി തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഹിയർ ജോയിൻറ്റ് ദിസ് വൺ. ദീസ് 2 points ആർ ജോയിൻറ്റ്. ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? വി ഹാവ് ജോയിൻറ്റ് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് ഈ ഡയറക്ഷനിൽ മാർക്ക് ചെയ്ത് 5 ഈക്വൽ ഡിസ്റ്റൻസസ് മാർക്ക് ചെയ്തതിലെ ലാസ്റ്റ് പോയിന്റും എൻഡ് പോയിന്റ് ഓഫ് ദി 7 സെൻറ്റിമീറ്റർ ലോങ് ലൈനും ജോയിൻ ചെയ്തു. നമുക്ക് ഇതിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലെറ്റ് us reduce it. സി, ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് പാരലായിട്ട്, ഈ ലൈനിന് പാരലായിട്ട് ഈ പോയിന്റിലൂടെ ഒരു ലൈൻ എങ്ങനെ വരക്കാം എന്നുള്ളതാണ്. ഈ ലൈനിന് പാരലായിട്ട് ഈ പോയിന്റിലൂടെ, ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? ഈ ഡിസ്റ്റൻസ് 5 ഈക്വൽ പാർട്ടാക്കിയതിൽ 2 പാർട്ട് ഇവിടെയും 3 പാർട്ട് ഇവിടെയും വെക്കുന്ന പോയിന്റാണത്. അപ്പോൾ ആ പോയിന്റിലൂടെ നമ്മൾ ഇതിന് പാരലായിട്ട് വരക്കണം. അപ്പോൾ നമ്മൾ 2 രീതിയിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കോമ്പസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പാരലൈന് വരക്കാമെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ പാരലൈന് വരക്കാമെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ഹിയർ ഐ ആം യൂസിങ് കോമ്പസ്. സി, ആൻഡ് ഐ ഹാവ് ഡ്രോൺ എ ലൈൻ ലൈക്ക് ദാറ്റ്. നമുക്ക് സൗകര്യമുള്ള ഡിസ്റ്റൻസ് എടുക്കാം. ഈ ഡിസ്റ്റൻസിന് നിബന്ധന ഒന്നുമില്ല, ഏത് ഡിസ്റ്റൻസ് എടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഇനി അതേ ലെങ്ത്തുള്ള ആർക്ക് ഇവിടെയാണ് വരക്കേണ്ടത്. സി, ഇവിടെയാണ് വരക്കേണ്ടത്. ഇതേ ആർക്ക്, ഇതേ ലെങ്ത്തുള്ള ആർക്ക് ഈ പോയിന്റിൽ വരക്കണം. എവിടെയാണോ
എവിടെയാണോ നമുക്ക് പാരലൈൻ വരക്കേണ്ടത്, ടു ദിസ് ലൈൻ വി നീഡ് ടു ഡ്രോ പാരലൈൻ അറ്റ് ദിസ് പോയിന്റ്. ആ പോയിന്റിലാണ് കോമ്പസ് ഇനി വെക്കേണ്ടത്. അതേ ഡിസ്റ്റൻസ് കോമ്പസിൽ നമ്മൾ എടുക്കുകയാണ്. ശ്രദ്ധിക്കുക. കോമ്പസിൽ അതേ ആർക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. നമ്മൾ ചെയ്തത് എന്താണ്, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ട് വരച്ചു. സെയിം ആർക്ക് കീപ്പിംഗ് കോമ്പസ് ഹിയർ ഐ ഹാവ് ഡ്രോൺ ഇൻ ദർ ഹിയർ. ഈ ലെങ്ത് പ്രത്യേകിച്ച് നിബന്ധനയൊന്നുമില്ല, എത്ര കുറച്ചുകൂടി കൂടുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. നൗ ദിസ് മച്ച് ഡിസ്റ്റൻസ് ടുക്ക് ഇൻ കോമ്പസ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്തിനാണെന്നുള്ളതൊക്കെ. ദിസ് മച്ച് ഡിസ്റ്റൻസ് ഈസ് ടുക്ക് ഇൻ കോമ്പസ്. സി the distance is took in compass. ആ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് ദി സെയിം ഡിസ്റ്റൻസ് ഇസ് മാർക്ക്ഡ് ഹിയർ. അവിടെ രണ്ട് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ഉണ്ടാവും. എങ്ങനെയാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രണ്ട് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് ഹിയർ എ ട്രയാങ്കിൾ ഈസ് ദർ. ഇവിടെ ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. The same triangle will be there here also, and so that two triangles will be congruent. അതുകൊണ്ട് ഈ ആംഗിളും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഈ ആംഗിളും കോൺഗ്രുവൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് these two angles are equal, mean the line we draw through these two, joining these 2 points, at that time there will be two angles. That two angles are corresponding angles. Due to the equality of that two corresponding angles, the lines we draw here will be parallel to this one. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ പോയിന്റിലൂടെ ഇതിന് പാരലൈറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് സ്കെയിലിനെ ഇവിടെ കൊണ്ട് നോക്കാം പാരലൈറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. സി ഈ രണ്ട് പോയിന്റിൽ ജോയിൻ ചെയ്യിപ്പിക്കാനാണ് സ്കെയിലോടെ കൊണ്ടുവന്ന് വെച്ചത്. നൗ വി നീഡ് ഓൺലി ടു ജോയിൻ ദാറ്റ്. നമുക്കത് വരച്ചു വെക്കാം. ജോയിൻ ദീസ് ടു. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഇത് കുറച്ചങ്ങോട്ട് തെറ്റിപ്പോയിട്ടുണ്ട്. നോട്ട് ടു വറി, അത് ഈ പോയിന്റിലൂടെ തന്നെ ആകേണ്ടിയിരുന്നു. അപ്പോൾ ഇതിന് പാരലായിട്ടാണ് ഇതിലൂടെ ഒരു ലൈൻ വരച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഈ എൻഡ് പോയിന്റിൽ ഒരു പാരലൽ ലൈന് വരച്ചാലും ഇല്ലെങ്കിലും 3 പാരലൽ ലൈൻസ് അവിടെ ഉണ്ടെന്ന് സപ്പോസ് ചെയ്തോളൂ. At that time these are lines come in between 2 parallel lines. Then in what ratio this line here got divided? ഇവിടെ ഏത് റേഷ്യോയിലാണോ ഈ ലൈന് ഡിവൈഡ് ചെയ്യപ്പെട്ടത്, ദി സെയിം റേഷ്യോയിൽ ഈ ലൈനും ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഇവിടെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്, ഇവിടെ 2:3, ബിക്കോസ് വി ഹാവ് മെയ്ഡ് ലൈക്ക് ദാറ്റ്. എന്നാൽ അതേ റേഷ്യോയിൽ ഇവിടെയും ഡിവൈഡ് ചെയ്യുമെന്ന് പറയുമ്പം ദി 7 cm ലോങ് ലൈൻ ഈസ് നൗ ഗോട്ട് ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 2:3. ആൻഡ് സോ വി ഹാവ് ലേൺഡ് ഹൗ ടു ഡിവൈഡ് എ ലൈൻ ഇൻ എ given ratio. And so you have to write such a question in your notebook. You just write such a question in your notebook and have done such a construction in your notebook as I have explained. Okay, how to done. Now let us have another construction. There we needed to draw a triangle with the given perimeter and a given ratio of sides. That can be learned by answering this question. Here, read the question. Draw a triangle with the perimeter 13 cm and a ratio of sides 2:3:4. Here, perimeter of the triangle is given and ratio of sides of the triangle is given. We need to construct the triangle. For this, first of all, need to draw a line of length 13 cm, which that line we want to make into a triangle later with the sides in the ratio 2:3:4. Perimeter 13 cm means we needed to draw a line of length 13 cm at first. Okay, and so here a line of length 13 cm is drawn. See, just suppose this one is a line of length 13 cm. This one is a line of length 13 cm. We needed to divide this one in the ratio 2:3:4. So that we can make the triangle with the perimeter 13 cm, and on dividing this one in the ratio 2:3:4 we can make those lengths as the sides of the triangle. For this we needed to draw another line through the end point of this 13 cm long line as we have done in the former cases. Okay,
through the end point we have to draw another line. With any inclination, let us have it drawn. Okay, as we like, with any inclination, let us have it drawn. Suppose we have drawn a line. Here we have drawn the line. See? Now it is the line. Now let us mark equal intervals on this line. Equal interval lengths starting from this end point. Equal convenient 9 interval lengths are marked on this line. How 9? Because here it is 2:3:4. Therefore, total it is 2 plus 3 plus 4. 2 plus 3, 5 plus 4, 9 equal parts is made using compass. Compass ഉപയോഗിച്ചിട്ട് let us have it done. Keep compass there here. Then a convenient distance can be took in compass. A convenient distance it is. Then 9 equal parts it should be made. 1. Then it is 2. 3. 4. 5. 6. 7. 8. 9. 1, 2, 3, 4, 5, 6, 7, 8, 9. And the last point is joined with the end point of this 13 centimeter long line using scale. Draw the line. Now it is a line of joined. The end point of the last point is joined with the end point of the 13 centimeter long. നമുക്ക് 2:3:4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണ് ഇതിൽ? 2 എന്ന് പറയുമ്പോഴാണ് 3. 2:3. Therefore this one. And so these points divide this line in the ratio 2:3:4. 2 ഇവിടെയാണ്, 3 ഇവിടെയാണ്. Okay, here it is made 9 equal parts. Therefore, if you take this much distance of this line, these points, this one and this one, divide this line in the ratio 2:3:4. And so we need to draw parallel lines to this one through this point and through this point. How can we draw parallel line to this one through this point? That we have already explained how it is done. Anyway, we have to keep compass here. Keep compass there. Then keeping compass there, see, we need to draw the lines like this. Take a convenient distance in compass. A convenient distance is took. Then see, draw an arc like this. അതേ ആർക്ക് നമ്മൾ ഇവിടെ വരച്ചോളാം. സി, ഇവിടെ സെയിം ആർക്ക്. Without making any change in the compass, we have to draw another arc here. ഒരു മാറ്റം വരുത്താതെ സി, അതേ ആർക്ക് ഇവിടെ വരയ്ക്കുക. Now we have drawn 3 arcs. Now measure this much distance in compass. This distance compass. This much distance should be took in compass.
that much distance should be took in compass. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. Since this one is done in the system, it is a little bit difficult. Now this much distance is measured in compass. Take a compass from there without making any change. The same distance is marked here and also here. Now, as we have discussed in the earlier class, here if we consider by joining these 2 points there will be a triangle. ഇവിടെ ട്രയാങ്കിൾ ഉണ്ടാവും. അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു ട്രയാങ്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാൽ, ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇവിടെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടെങ്കിൽ അതേ ട്രയാങ്കിൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, all those triangles are congruent, equal triangles, then their all these angles will be equal. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഈ പോയിന്റിൽ നിന്ന് ഇതിലൂടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇമേജിനറി ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഈ ലൈനിലാണ് ഈ ആംഗിൾ ഉള്ളത്. These 2 angles at that time are equal angles of 2 congruent triangles, mean at that time when such a line has come, when we consider these 2 lines, those angles will be angles at the corresponding places. When 2 lines are cut by a transversal, corresponding angles are equal, meaning the lines are parallel. ഇവിടെ ആംഗിൾസ് ഈക്വൽ ആക്കിയിട്ട് നമ്മൾ ലൈൻ തന്നെ പാരലാക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതിന് പാരലായിട്ട് ഇതിലൂടെ ലൈൻ വരക്കാൻ ഇനി ഒന്ന് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്ക് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് ഇനി അവിടെ ചെയ്യാനുള്ളൂ. സി അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി പാരലൽ ലൈൻ. ഇത് പാരലാണ്. ഇതിലൂടെ നമുക്ക് ഇനി വരക്കേണ്ടത് മാത്രമേ ഉള്ളൂ. സി ഇറ്റ് ഈസ് ഡ്രോൺ. നമുക്കതിന് വരച്ചാൽ മതി. ഡ്രോ ദി ലൈൻ. The same work should be done here also. അതേ ആക്ടിവിറ്റി കൂടി ചെയ്യണം. The same line is drawn here also. അപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നു? We have drawn parallel lines. ഈ എൻഡിലും വരക്കേണ്ടതില്ല, ഇവിടെ ഒന്നുണ്ടെന്ന് സപ്പോസ് ചെയ്തോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ these 4 parallel line divides these 2 lines which come in between the parallel lines. At that time the lines should be divided in the same ratio. ഇത്ര ലെങ്തിനെ ഈ പാരലൽ ലൈൻസ് 2:3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ this 13 cm long line is also divided in the ratio 2:3:4. Therefore നമുക്ക് ഈ പോയിന്റിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് മടക്കുക, ഈ പോയിന്റിൽ ഇങ്ങോട്ടേക്ക് മടക്കി കഴിഞ്ഞാൽ we will get, when we fold that 2 lengths at these 2 points we will get a triangle. Its perimeter is 13 cm, then the ratio of this one is 2:3:4. അപ്പോൾ നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ പണി നമ്മൾ കോമ്പസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻ വി ഹാവ് ടു മെഷർ ദാറ്റ് ഡിസ്റ്റൻസ്. നമുക്ക് ആ ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാം യൂസിങ് കോമ്പസ്. ലെറ്റ് us take this much distance in compass. See, ഈ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസ് എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാനുള്ളതാണ്. സി ഇവിടെ മാർക്ക് ചെയ്യാൻ ഇറ്റ് ഈസ് മാർക്ക്. അടുത്തത് നമുക്ക് ഈ ഡിസ്റ്റൻസ് അളന്നെടുക്കുക എന്നുള്ളതാണ്. സി ദിസ് മച്ച് ഡിസ്റ്റൻസ് ലെറ്റ് us measure. That distance we need to mark along this way. ആ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യണം. That 2 distances are marked here. ഇപ്പം എന്താ നമ്മൾ ചെയ്തത്? ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ചു. ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് കോമ്പസ് ഇവിടെ നിർത്തിയിട്ട് ആ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇവിടെ നിൽക്കുന്ന ലെങ്ത് ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ നിൽക്കുന്ന ലെങ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. വി വിൽ ഗെറ്റ് ദി ട്രയാങ്കിൾ തീർക്കാൻ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ആ 2 പണി മാത്രമേ ഉള്ളൂ. വി നീഡ് ടു ജോയിൻ ദീസ് 2 പോയിന്റ്സ്. സി ഈ 2 പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്യും. ഏതൊക്കെ പോയിന്റ്? ഇതിനെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യും. സി
നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. നമുക്ക് ആ ലെങ്ത് എല്ലാം നമുക്ക് ബ്ലൂ കളർ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യണം. നമുക്ക് വീണ്ടും സ്കെയിൽ അങ്ങോട്ടേക്ക് നോക്കണം. Just wait. നമ്മൾ ചെയ്യേണ്ടത് അതിനങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. സി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരച്ചു. അത് കുറച്ച് തെറ്റിയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഇതിനെ മാറ്റേണ്ടത്. ഇതാണ് ആ പോയിന്റ്. അങ്ങോട്ടേക്ക് വരിക. ഏകദേശമായിട്ടുണ്ട്. സി നൗ the initial line was 13 centimeter long. This much length was 13 centimeter. നമുക്ക് 13 centimeter ആയിരുന്നു ഈ ലെങ്ത് ഉണ്ടായിരുന്നത്. This much length. This length was 13 centimeter. Now it is divided in the ratio 2:3:4. ഇതാണ് ട്രയാങ്കിൾ. See the triangle. ഇതാണ് ട്രയാങ്കിൾ. Its perimeter is this much length, 13 centimeter. The ratio of the sides are 2:3:4. It is very important work for exam. It will be asked, and so you have to write such a question. And this method of drawing that I have explained, you have to draw accordingly in your notebook. How to done. Now let us answer a question from your textbook. Read the question. In the picture below, the diagonals of the trapezium ABCD intersect at P. Prove that PA into PD, the product of these two pieces, are equal to PB into PC, product of these two pieces. To answer this one, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള നിയമം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. Let us redraw this figure here. See, അങ്ങനെ മാറ്റി വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. Let us draw a line. Here this one is a trapezium. ABCD is a trapezium, and so AB and CD are parallel. If we draw one more line parallel to both AB and CD through the point P. First, let us draw such a line. When we have drawn such a line, it will be like this. See, നമുക്കൊരു ലൈൻ അവിടെ വരയ്ക്കുകയാണ്. See, let this be the line. Just suppose that one is a parallel line drawn both AB and CD. ഇത് ഒന്നിന് പാരലായി വരയ്ക്കുമ്പോൾ തന്നെ മറ്റേതിന് പാരലാവും. ഓക്കെ, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇൻ ദി ഫിഗർ ദി ലൈൻസ് ആർ പാരലൽ. എ ബി, ഈ ലൈനിനെ നമ്മൾ ഒരു CD EF എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ, സി ലെറ്റ് ദിസ് ബി EF, EF എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? ഇൻ ദി ഫിഗർ നമ്മൾ ആൻസർ ചെയ്യണം. ഇൻ ദി ഫിഗർ AB, CD, EF are parallel lines. അതുകൊണ്ട് എന്ത് സംഭവിച്ചോളാം? 3 parallel ലൈൻസിൻ്റെ ഇടയിൽ അകപ്പെട്ട ഏത് രണ്ട് ലൈൻസ്, വിച്ച് ലൈൻസ് കം ഇൻ ബിറ്റ്വീൻ
these parallel lines, they should be divided in the same ratio. എന്ന് പറഞ്ഞാൽ ഈ 3 പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ അകപ്പെട്ട എ സി എന്ന് പറയുന്ന ലൈന് എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യപ്പെട്ടത്, therefore പി എ ബൈ പി സി, ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ പി എ ഈസ് ടു പി സി എങ്ങനെ പറഞ്ഞാലും മതി. നമുക്ക് അങ്ങനെയാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. പി എ ഈസ് ടു പി സി, പി എയും പി സിയും തമ്മിലുള്ള ആ റേഷ്യോ, ദീസ് ടു പീസസ് എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യപ്പെട്ടത്, ഇൻ ദി സെയിം റേഷ്യോ വിൽ ബി പി ബി ഈസ് ടു പി ഡി. പി ബി ഈസ് ടു പി ഡി എന്ന് എഴുതാം. പി ബി ഈസ് ടു പി ഡി. അതിനെ നമുക്ക് പി എ ബൈ പി സി ഈക്വൽ ടു പി ബി ബൈ പി ഡി എന്ന് എഴുതാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി എ ഇൻറ്റു പി ഡി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. സി ദറ്റ്സ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ബി, വിച്ച് വി ആർ ആസ്ക്ഡ് ടു the PA into PD, PA into PD equal to PB into PC, that is PC into PB, and so we have done the answer. ഇനി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. Let us have some homeworks. See the first homework. നമുക്ക് ഇനി ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ തരാണ്. ശ്രദ്ധിക്കുക. Here, read it. These are the homeworks. Draw an 8 cm long line and divide it in the ratio 2:3. നമ്മൾ 7 സെൻറ്റിമീറ്ററിന് 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് പറഞ്ഞതാണ്. ഓക്കെ, ഇൻ ദി സെയിം വേ യു ഹാവ് ടു ഡു. ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കൊണ്ടാണ്. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആൻഡ് സൈഡ്സ് ഇൻ ദി റേഷ്യോ 3:4. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 15 ആണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ടുഗദർ, ഇറ്റ് വിൽ ബി 7.5. And so you need to draw at first 7.5 centimeter long line, then divide it in the ratio 3:4. അപ്പോൾ ആ 7.5 സെൻറ്റിമീറ്റർ ലോങ് ലൈനിന് 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഓക്കെ, അതിനെ നിങ്ങൾക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് റെക്റ്റാങ്കിളാക്കി മാറ്റാം. ലാസ്റ്റ് വൺ, ഡ്രോ എ ട്രയാങ്കിൾ സ്പെസിഫൈഡ് ബിലോ, ഈച്ച് പെരിമീറ്റർ 10 സെൻറ്റിമീറ്റേഴ്സ്. ഈ 3 കേസിലും ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആണ്. You need to draw the first triangle, this one, with the perimeter 10 centimeter. You need to draw equilateral triangle, and so this 10 centimeter should be divided into 3 equal parts. Then draw the triangle. Then perimeter 10 centimeter and the ratio of sides 3:4:5. Perimeter 10 centimeter, sides in the ratio 2:3:4. Okay, these are the homeworks that you need to do yourself. Okay, let us conclude here. Thank you all.